പാഠം 1029 മഹത്വം വരുന്ന വഴി. ഹലോ, അതെ. നമസ്കാരം സാർ. ഇതെന്താ രാവിലെ? ഇല്ല, ദാമോദരൻ സാറിനെ കാണാൻ പറ്റിയില്ല. ആണോ? എന്നിട്ട്? അയ്യോ, ഇന്ന് രാവിലെയോ? എത്ര മണിക്കാ സാർ? ആഹാ, അയ്യോ, രാവിലെ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ സാർ. അല്ല, ഒരു ഗസ്റ്റ് വരും വീട്ടില്. മോഹനേട്ടന് വളരെ വേണ്ടപ്പെട്ട ആളാ. ഞാൻ അതിനുള്ള ഒരുക്കങ്ങളിലായിരുന്നു. അതെയോ? ഓ ഓ ശരി സാർ, ഞാൻ മോഹനേട്ടനോടൊന്നും പറയട്ടെ. കടുവിന്നെ പിടിച്ചു തിന്നത് തന്നെ. മോഹനേട്ടാ, അതെ, സദാനന്ദ സാർ വിളിച്ചു. അത്യാവശ്യമായിട്ട് സ്റ്റേറ്റ് ബാങ്കിലെ ദാമോദർ സാറിനെ ഒന്ന് ചെന്ന് കാണണമെന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ പോണം. ദാമോദർ സാർ 9:30 കഴിയുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അതിനു മുന്നേ ചെല്ലണം. അത്യാവശ്യം മോഹനേട്ടാ. നീ എന്താ ഈ പറയുന്നത്? 9 മണി കഴിയുമ്പോൾ സുശീലൻ വരുമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ? അതെ, ഞാൻ അക്കാര്യം സദാനന്ദ സാറിനോട് പറഞ്ഞതാ. അപ്പൊ സാറ് പറയാ, എന്ത് കാര്യമുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ദാമോദർ സാറിനെ പോയി കണ്ടേ പറ്റൂന്ന്. നാളെ കേസ് കോടതി വരുമ്പോ അതിനു മുന്നേ ചില കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യണമെന്ന്. അപ്പൊ പിന്നെ പറ്റില്ലെന്ന് ഞാൻ എങ്ങനെയാ മോഹനേട്ടാ പറയാ? പറ്റില്ല എന്ന് നീ പറഞ്ഞേ പറ്റൂ. ഡെപ്യൂട്ടി കളക്ടർ ദേവരാജൻ സാറിന്റെ ചേച്ചിയുടെ മകനാണ് ഈ സുശീലൻ. അയാളുടെ ഒരു ആവശ്യത്തിന് വരുമ്പോൾ ഞാൻ സഹായിച്ചില്ലെങ്കിൽ ദേവരാജൻ സാർ കരുതും. സുശീലിനോട് നേരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞവന്ന് ഞാൻ സാറിനോട് പറഞ്ഞു പോയി. രാവിലെ ഇവിടെ ഒന്ന് ഭക്ഷണവും കഴിച്ച് കുറച്ചു നേരം വിശ്രമിച്ച് ഒരു 11:30 ആകുമ്പോൾ സുശീലിന് മുനിസിപ്പൽ ഓഫീസിലേക്ക് പോയാൽ മതിയല്ലോ. ഒക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ മോഹനേട്ടാ. പക്ഷെ സദാനന്ദ സാർ ഒന്ന് സമ്മതിച്ചു തരണ്ടേ? ഒരു കാര്യം ചെയ്യും, കഴിക്കാനുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സുശീലൻ വരുമ്പോ മോഹനേട്ട ഭക്ഷണം എടുത്ത് കൊടുത്താൽ മാത്രം മതി. ഞാൻ മാക്സിമം 10:30 ആകുമ്പോഴേക്ക് എത്താൻ ശ്രമിക്കാം. അതെ, നടക്കൂ. എന്താ നീ കാണിക്കുന്നത്? ശുദ്ധ തോന്നിയാസമാണ്. എന്ത് തോന്നിയാസ മോഹനേട്ടാ? സദാനന്ദ സാർ എന്റെ സീനിയർ വക്കീലല്ലേ. സാറ് വിളിച്ചിട്ടൊരു അത്യാവശ്യ കാര്യം പറയുമ്പോ ഞാൻ എങ്ങനെ അത് പറ്റില്ല എന്ന് പറയാ? പറയണം. നീ സദാനന്ദ വക്കീലിന്റെ ജൂനിയർ ആകുന്നതിന് മുൻപേ എന്റെ ഭാര്യയാണ്. ഈ വീട്ടിൽ ഒരു വിശേഷപ്പെട്ട അതിഥി എന്നെ കാണാൻ വരുമ്പോൾ നീ നാട് കണ്ടാ പോയാൽ ശരിയാവും? ഞാൻ നാട് തണ്ടാനല്ലോ പോകുന്നത്, ഒരു കേസിന്റെ കാര്യത്തിനല്ലേ. എന്റെ മോഹനേട്ടാ, ആ കേസ് നാളെ കോടതി വരും. കേസ് വിളിക്കുമ്പോ എഴുന്നേറ്റ് നിന്നിട്ട് എന്റെ ഭർത്താവിനെ കാണാൻ വീട്ടിലൊരാള് വന്നിരുന്നതുകൊണ്ട് കേസിന്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല യുവർ ഓണർ എന്ന് ഞാൻ പറഞ്ഞാൽ മതിയോ? സുശീലൻ വരുന്ന കാര്യം ഇന്ന് രാവിലെ അല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഒരാഴ്ച മുൻപ് ദേവരാജൻ സാർ എന്നോട് വിളിച്ച് പറഞ്ഞതാ. ഇത്രയും നേരത്തെ പറഞ്ഞിട്ടും സുശീലൻ വരുമ്പോൾ നീ ഇവിടെ ഇല്ല എങ്കിൽ അവരെന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാനാ? സുശീലൻ വരുന്ന മോഹനേട്ടനെ കാണാനില്ലേ? മോഹനേട്ടൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. പിന്നുള്ളത് ഭക്ഷണത്തിന്റെ കാര്യമാണ്. എല്ലാം റെഡിയാക്കി ഞാൻ അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് എടുത്തു കൊടുത്താൽ മാത്രം പോരെ? അതിന് മോഹനേട്ടൻ പോരെ? നീ എന്താ ഈ പറയുന്നത്? എന്താ? ഞാനൊരു വില്ലേജ് ഓഫീസറല്ലേ? അതുകൊണ്ടെന്താ? നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു വില്ലേജ് ഓഫീസറായ ഞാൻ വീട്ടിൽ ഒരു അതിഥി വരുമ്പോൾ അയാൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാന്ന് പറഞ്ഞാല് സുശീലൻ തിരികെ ചെന്ന് ദേവരാജൻ സാറിനോട് എന്തായിരിക്കും പറയുക? മോഹനേട്ടൻ സാറാ വീടിന്റെ സകല ജോലിയും ചെയ്തത്. എനിക്ക് ഭക്ഷണം എടുത്ത് പോലും പാവ സാറാ. സാറിന്റെ ഭാര്യ രാവിലെ ഇറങ്ങി എങ്ങോട്ടോ ഊരുണ്ടാ പോയി എന്നൊക്കെയല്ലേ? എവിടെയോ അല്ലല്ലോ, ഞാൻ എന്റെ ജോലിയുടെ കാര്യമായിട്ടല്ലേ പോകുന്നത്. അത് വേണ്ട, ഒരു കാര്യമില്ല. ഡെപ്യൂട്ടി കളക്ടറുടെ ബന്ധുവാണ് വരുന്നത്, അത് മുൻകൂട്ടി അറിയിച്ചിട്ട്. എന്നിട്ടും നീ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്റെ അതിഥിയോട് നിനക്ക് ബഹുമാനമില്ല എന്നാണ് അർത്ഥം. എന്റെ അതിഥിയോട് ബഹുമാനമില്ല എന്ന് പറഞ്ഞാൽ എന്നോട് ബഹുമാനമില്ല എന്നാണ് അർത്ഥം. ഹാമേ, ദേവരാജൻ സാർ നാളെ കാണുമ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് നീ ആലോചിച്ച് നോക്ക്. നമ്മുടെ വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ പുറത്തൊക്കെ വലിയ പുലിയായിരിക്കും, പക്ഷെ വീട്ടില് എലിയ എന്നായിരിക്കും പറയുന്നത്. ഈ വീട്ടിലെ സകല ജോലികളും ചെയ്യുന്നത് ഞാനാണെന്നും പറയും. കളക്ടറേറ്റ് പോലത്തെ ഒരു സർക്കാർ ഓഫീസിൽ ഇതൊക്കെയാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ അത് കഷ്ടം തന്നെയാണേ. പിന്നെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ തന്നെ എന്താണ്? സ്വന്തം വീട്ടിൽ അടുക്കള കയറി എന്തെങ്കിലും ചെയ്യുന്നത് അത്ര വലിയ നാണം കെട്ട കാര്യമൊന്നുമല്ല.
ഞാൻ ഡ്രസ് മാറാൻ പോവാ. എന്റെ പുറകെ വന്ന് ശല്യപ്പെടുത്തരുത് പ്ലീസ്. സാറേ, നമസ്കാരമുണ്ട് സാർ. നമസ്കാരം സാറേ, ആ രാധാമണി ചേച്ചിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം എന്തായി എന്നൊന്ന് അന്വേഷിക്കാൻ എന്റെ അടുത്ത് പറഞ്ഞേ. ഇന്ന് അത് കിട്ടുമോ സാറേ? ഞാൻ ഒരു ഭയങ്കര പ്രശ്നത്തിൽപ്പെട്ടിരിക്കുക. ആ പ്രശ്നം തീരാതെ ഒരു സർട്ടിഫിക്കറ്റ് കാര്യം നടക്കും തോന്നില്ല. എന്താ സാറേ പ്രശ്നം? ഡെപ്യൂട്ടി കളക്ടർ ദേവരാജൻ സാറിനെ ഉത്തമൻ അറിയാമോ? ഇല്ല സാറേ. ആള് വലിയ കേമൻ, സർക്കാരിലൊക്കെ നല്ല പിടിപാട്. അങ്ങനെയുള്ള ഒരു മേലുദ്യോഗസ്ഥൻ വിളിച്ചൊരു കാര്യം പറയുമ്പോൾ അതനുസരിക്കാതിരിക്കും നല്ലതിനാണോ? അതിപ്പോ എന്താണ് പ്രശ്നം എനിക്ക് അറിഞ്ഞൂടാ. ദേവരാജൻ സാറിന്റെ അനന്തരവൻ സുശീലൻ ഇന്ന് ടൗണിൽ ഒരു ആവശ്യത്തിന് വരുന്നുണ്ട്. മുനിസിപ്പൽ ഓഫീസിൽ പോകാനോ മറ്റോ ആണ്. ഇവിടെ വരുമ്പോ ലോഡ്ജിൽ മുറിയെടുക്കുകയും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നത് ശരിയാണോ? ദേവരാജൻ സാർ എന്നെ വിളിച്ച് പറഞ്ഞ പാടെ ഞാൻ പറഞ്ഞു, സാറേ എന്റെ അടുത്തേക്ക് വരാൻ പറയാ, കുളിച്ച് വേഷം മാറി ഭക്ഷണവും കഴിച്ച് ഇവിടെ നിന്ന് പോകാമല്ലോ. അല്ല, അത് പിന്നെ അങ്ങനെയാണല്ലോ സാറേ വേണ്ടത്. ഈ വരുന്ന പയ്യൻ അതൊരു സൗകര്യമാവും, സാറിന് മേലാഫീസറുടെ മുമ്പിൽ ഒരു പേരും ആവും. ഞാനാണെങ്കിൽ അന്നേ ഭാവിയുടെ കാര്യം പറഞ്ഞതാ. പക്ഷെ ഇപ്പൊ അവള് പറയുക അവക്ക് ഏതോ കക്ഷിയെ കാണാൻ പോണോ. 9 മണിയാകുമ്പോൾ സുശീലൻ കയറി വരും. അപ്പൊ ഭാവിയുടെ കാണില്ല. ഇത് മര്യാദയാണോ? അയ്യോ, അതിപ്പോ ഒരു കാര്യം ചെയ്യാം സാറേ, നമുക്കേ ഈ കഴിക്കാനുള്ള ഭക്ഷണം കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാലോ? കഴിക്കാനുള്ളതൊക്കെ അവൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതല്ലല്ലോ കാര്യം. ഭക്ഷണം വിളമ്പി കൊടുക്കണ്ടേ? അവൾ പറയുക ഞാൻ വിളമ്പി കൊടുത്താൽ മതിയെന്ന്. അല്ല, അതിനിപ്പോ എന്ത് സാറേ പ്രശ്നം? ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിനേക്കാളും പ്രയാസമല്ലല്ലോ അത് വിളമ്പി കൊടുക്കുന്നതേ. ഉത്തമ, ഞാനൊരു വില്ലേജ് ഓഫീസർ അല്ലേ? വില്ലേജ് ഓഫീസറായ ഞാൻ തന്നെയാണ് വീട്ടുജോലികൾ മുഴുവൻ ചെയ്യുന്നതെന്ന് സുശീലൻ കരുതില്ലേ? സുശീലൻ അത് ദേവരാജൻ സാറിനോട് എന്ന് പറയില്ലേ? എന്റെ മാനം പോകില്ലേ? എന്നാ പിന്നെ വക്കീലിനെങ്കിലും സോപ്പിടുകയെ വഴിയുള്ളൂ. ആ വഴി നോക്കുന്നതാണ് നല്ലത്. പിന്നെ സാറേ, ആ രാധാമണി ചേച്ചിയുടെ കാര്യം ഞാൻ എന്റെ കാര്യം ശരിയായിക്കോട്ടെ. ഉത്തമൻ കുറച്ച് എന്നെ വിളിക്കൂ. ശരി, അങ്ങോട്ട് ഇറങ്ങട്ടെ സാർ. ആ മോനട്ടാ, ദോശ ഇതാ ഇതിനകത്ത് ഇരിപ്പണ്ടേ. ഇത് കോഴിക്കറി, ഇത് സാമ്പാർ, പിന്നെ ചായ ഉണ്ടാക്കി ഞാൻ ഫ്ലാസ്കിൽ വെച്ചിട്ടുണ്ട്. പഞ്ചസാര ഇട്ടിട്ടില്ല. സുശീലിന്റെ പാകത്തിന് മോഹനയുടെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞ കാര്യത്തിന് ഗൗരവം മോഹനയുടെ എന്താ മനസ്സിലാവാത്തത്? ഒരു ഗൗരവമില്ല. ഇത് നീ മനഃപൂർവ്വം ചെയ്താണ് എനിക്ക് മനസ്സിലായി. സുശീലൻ വരുന്ന കാര്യം ഞാൻ പറഞ്ഞ അന്ന് മുതൽ നീ ആലോചിച്ചോണ്ടിരിക്കുക എങ്ങനെ എന്നെ നാണം കെടുത്താം എന്ന്. ഇന്ന് രാവിലെ നിനക്ക് പെട്ടെന്നൊരു ഫോൺ വരുന്നു, നീ ചാടി പുറപ്പെടുന്നു. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്ത് മനസ്സിലാവുന്നുണ്ടെന്ന്? സുശീലൻ വരുന്നോണ്ട് ഞാൻ മനഃപൂർവ്വം പോവാണെന്ന് വിചാരിക്കേണ്ട കാര്യം മോഹനേട്ടൻ എന്താ ഉള്ളത്? ഞാൻ അങ്ങനെ ചെയ്യും മോഹനേട്ടാ? നീ ചെയ്യും. സുശീലിനെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത് ഡെപ്യൂട്ടി കളക്ടർ ദേവരാജൻ സാറാണല്ലോ. സുശീലിന് ഇവിടെ കാര്യമായ ഒരു സ്വീകരണം കിട്ടിപ്പോയാൽ അയാൾ ചെന്ന് ദേവരാജൻ സാറിനോട് പറയും. അതോടെ ദേവരാജൻ സാറിന് എന്നോട് വലിയ ഇഷ്ടവും വിശ്വാസവുമാവും. അത് നിനക്ക് സഹിക്കില്ലല്ലോ. ഒരു ഡെപ്യൂട്ടി കളക്ടറുമായി നല്ല അടുപ്പത്തിലായാൽ എനിക്കത് ഭാവിയിൽ ഒരുപാട് ഗുണം ചെയ്യും. അങ്ങനെ എനിക്കൊരു നന്മ വരുന്ന കാര്യം ഓർക്കുന്നത് തന്നെ നിനക്ക് പ്രയാസമാണ്. ഇതെല്ലാം മോഹനേട്ട സങ്കല്പിച്ച് പറയുന്നതല്ലേ? എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു മോനട്ടാ. നീ പോ, എന്തായാലും നീ പോ. ഈ വരുന്ന സുശീലൻ ഒരു ചെറിയ കക്ഷിയൊന്നുമല്ല, ഒരു എഞ്ചിനീയർ ആണ്. ടൗണിൽ പുതിയൊരു സ്ഥാപനം തുടങ്ങാൻ പോകുന്നു. ആള് മാന്യനാണ്, മിടുക്കനാണ്. അത്തരം ആളുകളെ കാണുന്നത് തന്നെ നിന്നെ പോലുള്ള വക്കീലന്മാർക്ക് ഇഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് എപ്പോഴും താല്പര്യം വല്ല കള്ളന്മാരോ കൊലപാതകളോ പിടിച്ചുപിടിക്കാരൊക്കെ ആണല്ലോ. കഴിഞ്ഞ ഇല്ലെങ്കിൽ സുശീലിനെ പോലെ യോഗ്യനായ ഒരാൾ എന്നെ കാണാൻ വരുന്നത് നിനക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ട് ഇല്ലാത്തൊരു കേസിന്റെ കാര്യം പറഞ്ഞ് നിനക്ക് സ്ഥലം വിട്ടു കളയണം. അതാണ് എന്റെ പരിപാടി. എന്തിനാ മോഹനേട്ട എഴുതാപ്പുറം വായിക്കുന്നേ?
9 മണിക്ക് സുശീലൻ വരും. അത്യാവശ്യം കുശലം പറഞ്ഞ് സുശീലിന് ഭക്ഷണം കൊടുത്തു കഴിയുമ്പോഴേക്കും 10 മണി. 10:30 ഞാൻ തിരിച്ചെത്തില്ലേ? പിന്നെന്താ മോഹനേട്ടന് കുഴപ്പം? എനിക്ക് 9:42 ആഫീസിൽ പോണ്ടേ. അപ്പൊ സുശീൽ ഒറ്റയ്ക്കാവില്ലേ? ഓ, അപ്പൊ വലിയ ആഫീസറുടെ സ്വന്തക്കാരനെ വിളിച്ചു വരുത്തിയിട്ട് മോഹനേട്ടൻ ആഫീസിൽ പോകാനിരിക്കായിരുന്നോ? അതെവിടെ തന്നെയാ മോഹനേട്ടാ? എനിക്ക് ആഫീസിൽ പോകാൻ പറ്റുമോ? ഞാനൊരു വില്ലേജ് ഓഫീസറല്ലേ. ചുരുക്കി പറഞ്ഞാൽ വില്ലേജ് ഓഫീസറിന് വേണ്ടപ്പെട്ടയാളെ വീട്ടിൽ വിളിച്ചു വരുത്തി സുഖവരമൊക്കെ ചോദിച്ചിട്ട് സാറങ്ങ് ആഫീസിൽ പോവാ. ഞാൻ ആഫീസിൽ പോകാതെ സുശീലിന്റെ ക്ഷേമം അന്വേഷിച്ച് ഇവിടെ തന്നെ അങ്ങ് ഇരിക്കണം. നടന്നു തന്നെ. ഡെപ്യൂട്ടി കളക്ടറെ സോപ്പിട്ട് വലിയ ആളാവാൻ വേണ്ടിയല്ലേ ഇതെല്ലാം കേറി ഏറ്റതെന്ന്. അപ്പൊ അതിന്റെ പേരിൽ ഒരു ദിവസം ലീവ് പോയി നോർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ ഇറങ്ങാൻ പോവാ. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഉണ്ടെങ്കിൽ സാറിന് തന്നെ കൊള്ളാം. ഇനിയും താമസിച്ചിട്ടെങ്കിൽ ദാമോദർ സാർ അങ്ങേരുടെ പാട്ടിന് പോകും. പോട്ടെ. അവസരം ഹലോ. ശിശുപാല, ഞാൻ മോഹനകൃഷ്ണൻ സാറ്. എന്താ സാറേ? ഞാൻ ഇന്ന് വരാൻ കുറച്ച് വൈകും. ഉച്ച കഴിഞ്ഞേ വരൂ. എന്ത് പറ്റി സാറേ? വല്ല അസുഖവും? ഒന്നുമില്ല. എന്റെ വീട്ടിൽ ഒരു അതിഥി വരുന്നുണ്ട്. ഡെപ്യൂട്ടി കളക്ടർ ദേവരാജൻ സാറിന്റെ സഹോദരിയുടെ മകൻ സുശീലൻ. എന്താ സാറേ വിശേഷം? അങ്ങനെ വിശേഷമൊന്നുമില്ല. ദേവരാജൻ സാറിന് എന്നെ വലിയ കാര്യമാണല്ലോ. അതുകൊണ്ട് സുശീലിന് വെറുതെ എന്ന് പറഞ്ഞു വിടും. ഞാൻ ഉച്ച കഴിയുമ്പോ എത്തും. അതുവരെ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യാൻ കാഞ്ചനോടും സ്വയംപ്രഭയോടും പറയണം. പറയാം സാർ. ഞാന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഓ ശരി സാർ. ദേവരാജൻ സാറിന്റെ അനന്തരവൻ മോഹനേഷ സാറിന്റെ വീട്ടില്. അതെന്തിനായിരിക്കും? എത്ര ചേട്ടാ? 50 രൂപ. നമസ്കാരം സാർ. നമസ്കാരം. സുശീലൻ പറഞ്ഞ സമയത്തിന് എത്തിയിട്ടുണ്ട്. വീട് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല സാർ. ഓട്ടോ സ്റ്റാൻഡിൽ സാറിന്റെ പേര് പറഞ്ഞപ്പോ ഓട്ടോക്കാരൻ പറഞ്ഞു കയറിക്കോളാം. സാർ ഈ നാട്ടിലൊക്കെ ഭയങ്കര പ്രശസ്തനാണല്ലേ? അങ്ങനെയൊന്നുമില്ല. അമ്മാവൻ എപ്പോഴും സാറിനെ കുറിച്ച് പറയും. ഇവിടുന്ന് തിരിച്ചിറങ്ങുമ്പോ തന്നെ വിശേഷങ്ങളൊക്കെ വിളിച്ചു പറയണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നല്ല വിശേഷങ്ങൾ മാത്രമല്ലേ ഉണ്ടാവൂ. അത് നമുക്ക് വിളിച്ചു പറയാം. സുശീലൻ വരൂ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. അതോളൂ. വരൂ. നല്ല രസമുള്ള വീട്. ഇത് സാറിന്റെ സ്വന്തം വീടാ? അല്ല, വാടകയ്ക്കാണ്. സ്വന്തം വീടുണ്ട്, പക്ഷേ വില്ലേജ് ഓഫീസിലേക്കുള്ള ദൂരം കുറച്ച് കൂടുതലാണ്. ഞാൻ ഈ മോട്ടോർ വാഹനങ്ങളൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് ദൂരം കൂടിയാലും പ്രശ്നമാണ്. അല്ല, സാറിന്റെ ഭാര്യ ഇവിടെ ഇല്ലേ? ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു. എന്താ അത്യാവശ്യം? അവൾക്ക് ഒരു സീനിയർ വക്കീലുണ്ട്, സദാനന്ദൻ വക്കീൽ. അങ്ങനെ പാമ്പ് കടിച്ച് ആശുപത്രി. അയ്യോ, സീനിയർ വക്കീലല്ലേ, ചാവുന്നതിന് മുമ്പ് കാണണം തോന്നിട്ടുണ്ടാവും. അതിനുവേണ്ടി പോയതാ. പേടിക്കാനൊന്നുമില്ല. സുശീലിന് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഭാമ പോയിരിക്കുന്നത്. അല്ലാതെ പോകാൻ ഞാൻ സമ്മതിക്കൂ? ദേവരാജൻ സാറിന്റെ അനന്തരവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യണ്ടേ? അല്ലെങ്കിൽ നാണക്കട എനിക്കല്ലേ? അല്ല സാറ് എന്നെ ഇത്രയും കാര്യമായി സ്വീകരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ അമ്മാവനോട് പറയണേ. സാധാരണ രീതിയിൽ ഞാൻ ലീവ് എടുക്കാറില്ല. കഴിഞ്ഞ ഒരു വർഷം ഞാൻ ലീവ് എടുത്തത് 2 ദിവസം മാത്രം. പക്ഷേ ഇന്ന് സുശീലൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ലീവ് എടുത്തത്. ഈ ദേവരാജൻ സാറിന്റെ അനന്തരവനാണല്ലോ സുശീലൻ. സുശീലിന് കുടിക്കാൻ ഒരു ചായ എടുത്തോണ്ട് വരട്ടെ? ചായ കുടിക്കാം. ആദ്യം കുറച്ച് വെള്ളം വേണം. ഈ യാത്ര കഴിഞ്ഞ് വന്നല്ലേ, നല്ല ദാഹമുണ്ട്. ഇപ്പൊ കൊണ്ടുവരാം.
ദേവരാജ സാറിനോട് ചെന്ന് പറയുമായിരിക്കും സുശീല. ഇവിടുത്തെ കിണറ്റിലെ വെള്ളം നന്നായി. ടൗണിലെ പൈപ്പിൽ ക്ലോറിൻ കലർന്ന വെള്ളം കിട്ടുള്ളൂ. പിന്നെ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഭാവം പോയിരിക്കുന്നത്. ദോശയും ചിക്കൻ കറി അത് മതിയല്ലേ? അയ്യോ, എനിക്കങ്ങനെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വലിയ വാശിയൊന്നുമില്ല. എന്ത് കിട്ടിയാലും കഴിക്കും. പക്ഷേ ചിക്കൻ കറി ഉണ്ടെന്ന് കേട്ടപ്പോ ഒരാഗ്രഹം. നിങ്ങളുടെ നാട്ടുമ്പുറത്തൊക്കെ കിട്ടുന്ന ഈ ചിക്കൻ കറിക്ക് നല്ല രുചിയായിരിക്കുമല്ലേ? എന്നാ നമുക്ക് അങ്ങോട്ടിരിക്കാം. ഞാൻ കഴിച്ചില്ലായിരുന്നു. അത് വേണ്ട, കഴിക്കാൻ സമയമില്ല, കുറച്ച് കഴിയട്ടെ. ഇപ്പൊ കുറച്ച് ചിക്കൻ കറി മാത്രം ഇങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ. ചിക്കൻ കറി മാത്രമായിട്ടോ? എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. പിന്നെ ഞാനാണ് ഈ ചിക്കൻ കറിയൊക്കെ എടുത്തു തന്നതെന്ന് ദേവരാജ് സാറിനോട് ഒന്ന് പറഞ്ഞേക്കണം. ഓ പിന്നെ ഇതൊക്കെ ഞാൻ പറയാതിരിക്കുവോ? സുശീല, ദേവരാജ് സാർ, സുശീല എന്താ ഇത്? റമ്മ. സാറൊന്നും അടിക്കല്ലേ? ഒരു ഗ്ലാസ് കൂടി എടുത്തു. ഞാൻ മദ്യപിക്കില്ല. സുശീല ഇങ്ങനെ മദ്യപിക്കുന്ന ആളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ദേവരാജ് സാർ അറിഞ്ഞാലോ? ഞാനും അമ്മാവനും കൂടെ ആഴ്ചയിൽ ഒരു ദിവസം കൂടുന്നതാ. പുള്ളിക്കാരൻ നല്ല കപ്പാസിറ്റിയാ. ഒരു ഫുൾ ബോട്ടിൽ ഒറ്റ ഇതിപ്പിന് കുടിക്കും. പക്ഷെ സാറേ, എനിക്ക് അത്രയൊന്നും പറ്റുകയില്ല. പക്ഷെ സുശീല, മണി 10 ഉള്ളൂ. ഈ പകലൊക്കെയാണോ വൃത്തിയുടെ സാധനം കുടിക്കുന്നത്? മദ്യപിക്കാൻ എങ്ങനെ പകലെന്നോ രാത്രിയെന്നോ മറ്റോ ഉണ്ടോ സാറേ? കുടിക്കാൻ സമയവും സൗകര്യം കിട്ടുമ്പോ കുടിക്കുക, അത്രേ ഉള്ളൂ. ഇതാണ് ഇനി എന്നെ സാറേ. ആഹാ, അടിപൊളി ചിക്കൻ സൂപ്പർ ആയിട്ടുണ്ട്. ഇത് സാറിന്റെ ഭാര്യ വെച്ചാ? ഇങ്ങനെ നോക്കി ഇരിക്കാതെ ഒരെണ്ണം എടുത്ത് അങ്ങോട്ട് വീഴ്ചതാണേ. എന്തായാലും ഇന്ന് ലീവ് അല്ലയോ? എനിക്ക് വേണ്ട, ഞാൻ കുടിക്കില്ല. ഇതിപ്പോ ഒരുപാടായല്ലോ. ഈ നിർത്തി ഏതായാലും കഴിച്ചിട്ട് പോവാൻ നോക്ക്. ഒന്നും ആയിട്ടില്ല. ഇതൊക്കെ എനിക്ക് നിസ്സാരം. എന്തായാലും ഭക്ഷണം കഴിക്കാൻ ഇനിയും നേരം ഉണ്ടല്ലോ. ഈ 13 മുനിസിപ്പൽ ഓഫീസിൽ പോകാനുള്ളതല്ലേ? ഇങ്ങനെ കള്ളം കുടിച്ചിട്ട് സർക്കാർ ഓഫീസ് കയറി ചെല്ലാൻ ശരിയാണോ? എന്താ പറയാ കുഴപ്പം? ഈ സർക്കാർ കൊടുക്കുന്ന മദ്യം കുടിച്ചിട്ട് സർക്കാർ ഓഫീസിൽ കയറി ചെന്ന എന്താണ് സാറേ കുഴപ്പം? സത്യത്തിൽ സാർ ഈ സ്വഭാവമൊക്കെ മാറ്റി വെള്ളമടി തുടങ്ങേണ്ട സമയമായി. എന്തായാലും ഞാൻ അമ്മാവനെ കാണുമ്പോ പറയും സാറ് നല്ല സ്നേഹമുള്ള ആളാണെന്ന്. അമ്മോട് സന്തോഷവും. ഞാനും എന്റെ സാറും ആ 40 പേരും കോഴിയൊന്ന് പിടിച്ച് ചിക്കൻ ഉണ്ടാക്കി
ഞാനും എന്റെ സാറും ആ 40 പേരും കോഴിയൊന്ന് പിടിച്ച് ചിക്കൻ ഉണ്ടാക്കി. സാറേ സാർ ക്ഷമിക്കണം. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പാട്ട് പാടണം. പിന്നെ ഞാനിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. അതൊക്കെ ഒരു ശീലമായി പോയി. ഞാനല്ലല്ലോ സാറും സാറിന്റെ ഭാര്യയും ആ 40 പേരും കോഴിയൊന്ന് പിടിച്ച് ചിക്കൻ കറി ഉണ്ടാക്കി. സാറെന്താ സാറേ ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്നേ? സാറും കൂടെ ഒരു പാട്ടങ്ങോട്ട് പാടും സാറേ. ഈ ഓറ്റയ്ക്ക് പാട്ട് പാടുന്നതിൽ ഒരു രസമില്ല കേട്ടോ. എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല. ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞിട്ട് പാടുന്നാണോ? ഞാനും അമ്മാവനോട് വെള്ളം അടിക്കായിരുന്ന അപ്പൊ തുടങ്ങും പാടുന്നത്. ഞാനും എന്റെ സാറും ആ 40 പേരും കോഴിയൊന്ന് പിടിച്ച് ചിക്കൻ ഉണ്ടാക്കി. ആ പാട് സാറേ അങ്ങോട്ട് പാട് സാറേ പാട് സാറേ. ഞാൻ എന്റെ സാറ് അടിച്ചോണ്ടിരിക്കും ഒരു പാട്ടൊക്കെ പാടിയില്ലേ? എന്തോന്ന് സുഖം സാറേ, എന്തോന്ന് സാറേ ഇത്? ഞാനും എന്റെ സാറും ആ 40 പേരും കോഴി ഒന്ന് പിടിച്ച് ചിക്കൻ ഉണ്ടാക്കി. ഞാനും എന്റെ സാറും ആ 40 പേരും കളിക്ക് സാറേ ഡാൻസ് കളിക്ക് സാറേ. ഡാൻസ് കളിച്ചാൽ മതി. ഞാനും എന്റെ സാറും ആ 40 പേരും കോഴി പിടിച്ച് ചിക്കൻ ഉണ്ടാക്കി. ഇതാണല്ലേ സാറിന്റെ ഭാര്യ. കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. വലിയ വക്കീലെ നോക്കി എനിക്കറിയാം. ഈ വക്കീലന്മാരെന്ന് പറഞ്ഞ ചുമ്മാ ഈ വക്കീലന്മാരെന്ന് പറഞ്ഞ എനിക്ക് വലിയ ബഹുമാനം. നമോ വാകം. എന്താ മോഹനേട്ടാ ഇത്? അമ്മാരോട് ഞാൻ പറയാൻ പ്രിൻസിപ്പൽ ഓഫീസിൽ പോകാൻ വന്നതാ. സുശീല എന്നിട്ട് കുറച്ചേരായി. അതുകൊണ്ട് ഇതെന്തൊരു നാറ്റമാണ്. ഇവിടെ കള്ളുകൂടിയായിരുന്നോ? ഞാനല്ല സുശീല. ഞാനും എന്റെ സാറും ആ 40 പേരും. അയാള് കള്ളും കൊണ്ടാണ് വന്നത്. കണ്ടെടുത്തോളം ഇയാളൊരു മുഴുക്കുടിന. സുശീലൻ മാന്യനാണ്, പരമയോഗ്യനാണ് എന്നൊക്കെയല്ലേ മോഹനേട്ടൻ എന്നോട് പറഞ്ഞത്? ഞാൻ അങ്ങനെയാ വിചാരിച്ചത്. ദേവരാജ് സാറിന്റെ അനന്തരവനല്ലേ, നല്ല മനുഷ്യനായിരിക്കും കരുതി. അയ്യോ, എന്തായാലും ഞാൻ ദാമോദര സാറിനെ കാണാൻ പോയത് നന്നായി. ഇല്ലെങ്കിൽ ഇയാള് വന്നു കഴിയുമ്പോ മോഹനേട്ടൻ ഇയാളെ എന്നെ ഏൽപ്പിച്ചിട്ട് ആഫീസിൽ പോവില്ലായിരുന്നോ? ഇയാൾ ഇവിടെ ഇരുന്ന് കുടിക്കും, പാട്ടും പാടും. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? അടുക്കളയിലിരിക്കുന്ന ഒലക്കെടുത്ത് ഇയാളുടെ തലമണ്ടി അടിച്ച് പൊട്ടിക്കും. അതോടെ ഞാൻ ജയിലിലായി പോവില്ലായിരുന്നു. അതുകൊണ്ടാ ഞാൻ ദാമോദര സാറിനെ കാണാൻ പോകാൻ പറഞ്ഞത്. ഡെപ്യൂട്ടി കളക്ടറുടെ അനന്തരവനായതുകൊണ്ട് മാത്രം കയ്യിലിരിപ്പ് നന്നാവണമെന്നില്ല എന്ന യാഥാർത്ഥ്യം വില്ലേജ് ഓഫീസർക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഉദ്യോഗവും ബന്ധുത്വവും ഒന്നും കൊണ്ട് മഹത്വമുണ്ടാവില്ല എന്ന സത്യം ഇനിയെങ്കിലും മോഹനകൃഷ്ണൻ മനസ്സിലാക്കട്ടെ എന്ന് ആശിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യനിസാരം തുടരുന്നു.